അഡ്വക്കേറ്റ് വിനോദ് സെൻ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. കരപിടിക്കുമോ? ജീവൻ മരണ പോരാട്ടത്തിൻ്റെ വിഷയമില്ല, തിരഞ്ഞെടുപ്പാണ്. കരപിടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും അടുത്തടുത്ത് നടന്നിട്ട് നിൽക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് താങ്കളുടെ അടക്കം മാധ്യമത്തിന് പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ CP ജോണും അഭിമുഖം തരികയുണ്ടായി. അന്ന് അവർ 4 കോർപ്പറേഷൻ പിടിക്കും, ബാക്കിയുള്ളത് കൃത്യമായൊരു കണക്ക് പറഞ്ഞപ്പോൾ ആ റിസൾട്ടിൻ്റെ ഇടവേളയിൽ അതൊരു വലിയ തമാശയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കൃത്യമായിട്ടും UDF പറഞ്ഞ കാര്യം നടന്നു. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കെന്തായാലും 3 ദിവസം കഴിഞ്ഞിട്ട് മെയ് മാസത്തിൽ അറിയാം. ഭരണവിരുദ്ധ വികാരം എപ്രകാരം വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംവിധാനമേ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ നെയ്യാറ്റിൻകരയാണ് നിൽക്കുന്നത്. ഈ നെയ്യാറ്റിൻകരയുടെ ജനറൽ ഹോസ്പിറ്റലിൽ പെരുങ്കളവളയുന്നൊരു യുവതി വയറിലെ മുഴ നീക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വന്നു. അപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വന്ന ആൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് പോയി, മുറിവ് കരിഞ്ഞു, സ്റ്റിച്ച് എടുത്തു, വേദന മാറുന്നില്ല. 13 പ്രാവശ്യം വന്ന് ഡോക്ടറെ കണ്ടു. കയ്യിൽ 10ൻ്റെ പൈസ അധികമായിട്ടുണ്ടെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ല. ഈ 13 പ്രാവശ്യം കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് അസുഖമെന്ന് പറയുന്നത് വയറിലെ വേദനയല്ല, നിങ്ങൾക്ക് തലയ്ക്കെന്തോ പ്രശ്നമുണ്ട്, നിങ്ങളുടെ തോന്നലാണിത് എന്ന് പറഞ്ഞു. ബന്ധുക്കൾ ചേർന്നിട്ട് സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് അന്നത്തെ ദിവസം ആ ഓപ്പറേഷൻ തിയേറ്ററിലെ മുഴുവൻ കോട്ടൺ വേസ്റ്റും ആ സ്ത്രീയുടെ വയറിനകത്തിട്ട് തുന്നിക്കെട്ടി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മനുഷ്യാവകാശ കമ്മീഷൻ പിൽക്കാലത്ത് 3.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിനോട് അനുഭവിച്ച വേദനയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. നെയ്യാറ്റിൻകര ആശുപത്രി സംഭവിച്ചതാണ്. മലയും കീഴുന്ന ഒരു 28 വയസ്സുകാരി ഉച്ചയ്ക്ക് വയറുവേദനയായി നെയ്യാറ്റിൻകര ആശുപത്രി വന്നയാൾ ഒരു ഇഞ്ചക്ഷന് ഡോക്ടർ കുറിച്ചു. ഇഞ്ചക്ഷൻ എടുത്തതേ ഓർമ്മയുള്ളൂ. വൈകുന്നേരം 5:30 മണിയായപ്പോൾ അതേ യുവതിയുടെ, ആരോഗ്യവതിയായ യുവതിയുടെ മൃതദേഹവുമായിട്ട് നെയ്യാറ്റിൻകരക്കാർ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആശുപത്രി ഉപരോധിച്ചു. ഈ വികസനം ഇത് നമ്മൾ നെയ്യാറ്റിൻകരയിൽ ഇതാണ് കണ്ടതെങ്കിൽ നെയ്യാറ്റിൻകര MLA ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആശുപത്രി മഹത്തായ ആശുപത്രിയാണ്. കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് ഹർഷിനയ്ക്ക് പറ്റിയത് കോട്ടൺ വേസ്റ്റ് അല്ല, കത്തിരിയാണ് വയറ്റിൻ്റെ അകത്തിട്ട് കുത്തിക്കെട്ടി വിട്ടത്. കത്രിക വയറ്റിൻ്റെ അകത്തിട്ട് കുത്തിക്കെട്ടി വിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴ വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താ? ആലപ്പുഴയിൽ 5 വർഷം കൊണ്ട് കത്രിക ആ സ്ത്രീയുടെ വയറിനകത്താണ്. അവർക്ക് അസഹനീയമായ വേദന, ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്, അസഹനീയമായ വേദന. ആ വേദന അവസാനം പ്രൈവറ്റ് ആശുപത്രിയിൽ പോയപ്പോൾ കത്തിരി അകത്തിരിക്കുകയാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ ഈ പറയുന്ന അന്താരാഷ്ട്ര ആശുപത്രി എന്നാണ് പറയുന്നത്, എല്ലാം ഇപ്പോൾ ഇൻ്റർനാഷണലാണ്. അന്താരാഷ്ട്ര ആശുപത്രിയിലെ ഒരു ഡോക്ടർ പറയുകയാണ്, ഈ കത്തിരിക അകത്തിരുന്ന ഒരു കുഴപ്പമില്ല. ഇതൊക്കെ വളരെ സിമ്പിളല്ലേ? അപ്പോൾ ഇത് കേട്ട് നിൽക്കുന്ന കേരളീയന് തോന്നുന്നത് എന്താ? ഈ കത്തിരി എടുത്തിട്ട് ആ പെണ്ണുമ്പിള്ളയുടെ വയറ്റിയിട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. കേരളം ചരിത്രം സൃഷ്ടിച്ചു. എന്തിനാണ്? ലോകത്തൊരിടത്തും സംഭവിക്കാത്തതാണ് IC യൂണിറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒരു ഇടനാഴിയാണ്. തിരിച്ചു വരുമോ എന്നറിയാതെ കിടക്കുന്നു. IC യൂണിറ്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു യുവതി മാനഭംഗം ചെയ്യപ്പെട്ടു. ആ മാനഭംഗപ്പെടുത്തിയ മഹാപാപിക്ക് ഇന്നേ വരെ ഒരു ശിക്ഷണ നടപടിയോ കേസോ ഇല്ല. ശിക്ഷണ നടപടി ഇതാണ് ആരോഗ്യ കേരളം, അന്താരാഷ്ട്ര കേരളം. ഇനി അവിടെ നിന്ന് നമ്മൾ അപ്പുറത്ത് പോയാൽ ഒരു കയ്യിലെ ശസ്ത്രക്രിയയ്ക്ക് പോയാൽ ഇത് നമ്മുടെ വീട്ടിൽ എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ് അവർക്ക്. എൻ്റെ മോൾക്കാണ് കൈ സർജറി നടത്തി മുറിച്ചു മാറ്റി തിരിച്ചേൽപ്പിക്കുമ്പോൾ എന്ത് ഹൃദയവേദന ഉണ്ടാകും? അത് പക്ഷേ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ഇവിടെ ബിസ്മീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പനച്ചമൂടുള്ള ആളാണ്, നമ്മുടെ പാചക തൊഴിലാളിയാണ്, തിരുവനന്തപുരത്താണ് താമസം. ബിസ്മീറും ഭാര്യയും ചേർന്ന് വിളപ്പിൽശാല ആശുപത്രിയുടെ ഗേറ്റിൽ അടിക്കുകയാണ്, രക്ഷപ്പെടുത്തണം. അവർ പറഞ്ഞു പട്ടി അകത്ത് കയറും, കയറ്റില്ല. അന്ന് രാത്രി ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും കൂടെ ഓർമ്മിക്കാൻ, 2 മക്കളും എവളും ആരുമില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ആരും രക്ഷപ്പെടുത്താനുണ്ടായില്ല. അന്ന് രാത്രി മരിച്ചു. കൊല്ലത്തെ മധു മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. പഴയ സംവിധാനമാണെങ്കിൽ നമ്മളാരും അറിയില്ല. അവിടെ കിടന്നുകൊണ്ട് അയാൾ വാട്സപ്പിൽ ഒരു വോയിസ് നോട്ട് ഇട്ടു, ഒരു പട്ടിക്ക് ഇതിനേക്കാളും പരിഗണന കിട്ടും, എടാ ഞാൻ ചത്തുപോകും, എന്നെ നോക്കാൻ ആരുമില്ല. 3-ാമത്തെ ദിവസം അയാളും മരിച്ചു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വിഷയമാണ് കേരളത്തിൻ്റെ മുന്നിലുള്ളത്. ഈ തിരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുമ്പോൾ ഈ നെയ്യാറ്റിൻകര ആശുപത്രിയിലെ കോട്ടൺ വേസ്റ്റ് തൊട്ട് പാലക്കാട് എൻ്റെ മകളെന്ന് തന്നെ ഞാൻ പറയാം, അത്രയ്ക്ക് ഹൃദയവേദനയാണ്. മറ്റെന്തും നമുക്ക് സഹിക്കാം. ആ കുഞ്ഞിൻ്റെ പോയ കൈയുണ്ടല്ലോ, ആ കൈയും ബിസ്മീറിൻ്റെ ഉയിരും മധുവിൻ്റെ ഉയിരുമൊക്കെയാണ് ഈ തിരഞ്ഞെടുപ്പിലെ ചോദ്യചിഹ്നം. അതിൽ രാഷ്ട്രീയമുണ്ടോ? അതിൽ രാഷ്ട്രീയമല്ല, അതിലുള്ളത് ഭരണപരാജയമാണ്. ആ ഭരണപരാജയത്തെ ആരെങ്കിലും അംഗീകരിക്കുന്നോ ഇല്ലേ എന്നുള്ളത് കേരളീയ ജനത തീരുമാനിക്കും.
ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിലുള്ള ചോദ്യം ആ അറുത്തുമാറ്റപ്പെട്ട കൈയും കൊഴിഞ്ഞുപോയ ജീവിതങ്ങളും മാനഭംഗപ്പെട്ട യുവതിയുടെ ഹൃദയവേദനയും വയറ്റിൽ കത്തിരിയുമായി ദീർഘകാലം ജീവിക്കേണ്ടി വരുന്ന സഹോദരിമാരുടെ പ്രാണൻ പിടയുന്ന വേദനയുമൊക്കെയാണ് ഈ തിരഞ്ഞെടുപ്പിന് മുന്നിൽ നമ്മുടെ ചോദ്യചിഹ്നം. ഇവിടെ മധു അന്താരാഷ്ട്ര മെഡിക്കൽ കോളേജിൽ പ്രാണന് വേണ്ടി പിടഞ്ഞ് വരാന്തയിൽ കിടക്കുമ്പോൾ എൻ്റെ മുഖ്യമന്ത്രി 6 ലക്ഷം കോടി രൂപ കടമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്തസ്സോടുകൂടി അമേരിക്കയിൽ ചികിത്സിക്കുകയാണ്. അമേരിക്കയിലാണ്, ഒരു അന്താരാഷ്ട്ര ആശുപത്രിയിലും അവരാരും ചികിത്സിക്കാൻ പറ്റില്ല. ഈ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ, ഭരണത്തിൻ്റെ തിളപ്പിലെ ധൂർത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഞാൻ ഇതേ ചെയ്യൂ. പണ്ട് VS അച്യുതാനന്ദൻ, ആദരണീയനായ പരേതനായ VS പറഞ്ഞിട്ടുണ്ട്, ലണ്ടനിൽ ചികിത്സിക്കാൻ പോയി. അപ്പോൾ ചോദിച്ചു, ലണ്ടൻ മുതലാളിത്ത രാജ്യമല്ലേ? പുള്ളി പറഞ്ഞു, എൻ്റെ പ്രാണൻ ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കയ്യിൽ കൊടുത്ത് പന്താടാനുള്ളതല്ല, ഞാനതുകൊണ്ട് മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്നിടത്ത് പോയി. ഈ പറയുന്ന വൈരുദ്ധ്യമുണ്ടല്ലോ, ആ വൈരുദ്ധ്യം, എൻ്റെ സഹോദരി അനുഭവിക്കേണ്ട വേദനയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചികിത്സ നിഷേധിക്കണമെന്നുള്ള ഒരു അഭിപ്രായവും എനിക്കില്ല. ആദരണീയനാണ് അദ്ദേഹം, കേരളത്തിൻ്റെ പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെ ഒന്നാണ്, ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് 6 ലക്ഷം കോടിയുടെ കടമുള്ള കേരളത്തിൽ ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാം. പക്ഷേ ഡോക്ടർ ഹാരിസ് പറയുന്നു, എനിക്ക് 35,000 രൂപയുടെ ഒരു ഉപകരണം വാങ്ങിച്ചു തന്നാൽ എൻ്റെ മുന്നിലിരിക്കുന്ന രോഗിയുടെ വേദന, ഏത് സാധാരണ രോഗി, കിംസിലും കോസ്മോയിലും PRSലും SP ഫോർട്ടിലും പോകാൻ കഴിയാത്ത രോഗിയുടെ പ്രാണൻ പൊടിയുന്ന വേദന ഞാൻ മാറ്റിക്കൊടുക്കാം, എനിക്ക് 35,000 രൂപയുടെ ഒരു ഉപകരണം തരണം. അത് കൊടുക്കാൻ പണമില്ലാതെ ഡോക്ടർക്ക് കൊടുത്തത് വിശദീകരണ കത്താണ്. ഇത് തുറന്നെഴുതിയതിന് നടപടിയെടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന ആ ചോദ്യത്തെയാണ് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ഓക്കെ, ഇപ്പോൾ സന്ദീപ് വികസനം മുൻനിർത്തിയാണ് ഇടതുമുന്നണി വോട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം കാന്തല്ലൂർ സജിയിലേക്ക് പോയപ്പോൾ സജി പറഞ്ഞത് ഈ പ്രോഗ്രസ് റിപ്പോർട്ടുണ്ടല്ലോ, വികസനങ്ങൾ 10 വർഷം MLA ആയിട്ട് നിന്നിട്ടുണ്ട്, പക്ഷേ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞതൊന്നും അതായത് അതെല്ലാം പൊള്ളയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. വിനോദ് സെൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്